എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ട് ഒരു ബാങ്ക് ബാലൻസ് ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം വർഷങ്ങൾക്ക് മുന്നേ ഞാനും സെയിം അവസ്ഥയിലായിരുന്നു. എത്ര സാലറി വാങ്ങിയിട്ടും സേവ് ചെയ്യാൻ വലുതായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു വന്നത് മില്യണേഴ്സ് ഫോളോ ചെയ്യുന്ന ഈ 9 ഹാബിറ്റ്സ് ഫോളോ ചെയ്തിട്ടാണ്. ഈ ഹാബിറ്റ്സ് എൻ്റെ ഫിനാൻസസ് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് വെറും 7 വർഷം കൊണ്ട്. ഈ ശീലങ്ങൾ എന്നെ പണത്തെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കാതെ പണത്തിനെ എൻ്റെ കൺട്രോളിലാക്കി തന്നിട്ടുണ്ട്. ഓൾസോ ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മാത്രം ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുള്ള പുതിയ കുറച്ച് ശീലങ്ങൾ കൂടി ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് അത് ശരിക്കും എൻ്റെ പണത്തോടും ആൾക്കാരോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നെ മാറ്റിമറിച്ചു. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഉള്ളതുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാവിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി എന്തെങ്കിലും സക്സസ്ഫുൾ ആകുമോ എന്ന് മനസ്സിലാവും. സോ നിങ്ങൾ ആക്ഷൻ എടുത്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് വെറും 7 വർഷം കൊണ്ട് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവാനാവും. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ഫസ്റ്റ് പോയിന്റ്, ഡെവലപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എല്ലാ സക്സസിൻ്റെയും ഫൗണ്ടേഷൻ എന്താണ്? മൈൻഡ് സെറ്റ്. മിക്ക ആൾക്കാർക്കും അവരുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു ഐഡിയ വരുമ്പോൾ അത് നടക്കാതിരിക്കാനുള്ള ഐഡിയാസ് ആയിരിക്കും അവർ ആലോചിക്കുന്നത്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരോ അവർ ചോദിക്കും, ഹൗ ക്യാൻ ഐ മേക്ക് ദിസ് ഹാപ്പൻ? ഫോർ എക്സാമ്പിൾ, ഒരാൾക്കൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. ആ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് ആമസോൺ അല്ലെങ്കിൽ ഊബർ പോലെ ഒരു വലിയൊരു സ്കെയിലിൽ പോകാൻ സാധ്യതയുള്ള ഒരു ഐഡിയ ആയിരിക്കും അത്. പക്ഷേ അവർക്ക് കോഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ ആ പ്ലാൻ തന്നെ ഉപേക്ഷിച്ചേക്കും. പക്ഷേ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾ ആലോചിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഞാൻ എന്ത് ചെയ്താൽ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമെന്ന്. എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രഗിൾ വരുമ്പോൾ അതിനൊരു ഡെഡ് എൻഡായി കാണുന്നതിൽ നിന്ന് അതിനൊരു ചലഞ്ചായി കണ്ടാൽ തിങ്സ് വിൽ ചേഞ്ച്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങും മുന്നേ ഇതാണ് ഞാൻ ചെയ്തത്. 40 വയസ്സിന് മുന്നേ എനിക്ക് റിട്ടയർ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് 4 കോടി രൂപ കോർപ്പസ് വേണം. അങ്ങനെ വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പഠിക്കണം, ഫിനാൻസ് നന്നായിട്ട് അറിയണം എന്ന് മനസ്സിലാക്കിയപ്പോൾ അതെനിക്ക് പാടാണ് എന്ന് കരുതി മാറി നിൽക്കാതെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി. ആദ്യം എങ്ങനെ സേവ് ചെയ്യാം, എൻ്റെ ലൂപ്പ് ഹോൾസ് എവിടെയാണ്, എൻ്റെ പൈസ എവിടെയാണ് കുറച്ചും കൂടെ ലീക്ക് ആവുന്നതെന്നൊക്കെ കണ്ടെത്തിയതിന് ശേഷം അതിനെപ്പറ്റി പഠിച്ചു. പിന്നീട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെറുതായി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട സ്കിൽസായ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ചാർട്ട് പാറ്റേൺ ട്രേഡിംഗ് അഥവാ ടെക്നിക്കൽ അനാലിസിസ് എല്ലാം പഠിച്ച് എൻ്റെ സ്കിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത തവണ നിങ്ങൾ ഏതെങ്കിലും ഒരു തടസ്സം നേരിടുമ്പോൾ ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി ആലോചിച്ച് മാറി നിൽക്കാതെ എനിക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുക. ഈ ചെറിയൊരു ഷിഫ്റ്റ് ഇൻ തിങ്കിങ് നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും തരുന്നത്. ഹാബിറ്റ് 2, ക്രിയേറ്റ് ദ റൈറ്റ് എൻവയോൺമെൻറ്റ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ഇഫ് യു ആർ ദ സ്മാർട്ടസ്റ്റ് പേഴ്സൺ ഇൻ ദ റൂം യു ആർ ഇൻ ദ റോങ് റൂം എന്ന്. അത് ശരിയാണ്. നിങ്ങളുടെ എൻവയോൺമെൻറ്റും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരും നിങ്ങൾക്ക് എന്താണ് സാധിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പോസിബിൾ എന്ന് മനസ്സിലാക്കി തരുന്നതിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങിയ സമയം വലിയ ലാഭമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ്സിലൂടെ ഓരോ വർഷവും ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്യാഷ് ഇരട്ടിപ്പിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറയാൻ കഴിയില്ല, എൻ്റെ ഒരു മെൻറ്ററിനെ കണ്ടുമുട്ടിയപ്പോൾ അതെൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു. പോസിബിൾ ആണെന്ന് പോലും ഞാൻ കരുതിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ഞാനും പിന്തുടർന്നപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സിലൂടെ തന്നെ വെറും 6 വർഷം കൊണ്ട് കുറഞ്ഞ റിസ്കിൽ എൻ്റെ 5 ഡിജിറ്റ് പോർട്ട്ഫോളിയോ 7 ഡിജിറ്റിലേക്ക് മാറിയപ്പോൾ ഞാനും മനസ്സിലാക്കി, നൗ ഐ ആം ഇൻ ദ കറക്റ്റ് റൂം. ഹൈ അച്ചീവിങ് ഗ്രോത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമ്മുടെ അറിവ് കൂട്ടും, നമുക്ക് മോട്ടിവേഷൻ തരും. സിറ്റുവേഷൻസ് മോശമാകുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഓർക്കുക, നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 ആൾക്കാരുടെ ആവറേജാണ് നിങ്ങൾ. അതുകൊണ്ട് ആ 5 പേരെ എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുക. ഹാബിറ്റ് 3, ക്രിയേറ്റ് എ നോട്ട് ടു ഡു ലിസ്റ്റ്. മിക്ക ആളുകളും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. പക്ഷേ ഹൈ അച്ചീവേഴ്സോ അവർക്ക് ചെയ്യരുതാത്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും ഉണ്ടാവും. പ്രൊഡക്ടിവിറ്റി എന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് ഒഴിവാക്കുന്നു എന്നത് കൂടിയാണ്. എൻ്റെ ജീവിതം മാറ്റിമറിച്ച എൻ്റെ നോട്ട് ടു ഡു ലിസ്റ്റ് ഇതൊക്കെയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കരുത്. കാര്യം അവ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കും, നമ്മുടെ ഫുൾ ഡേ തന്നെ ചിലപ്പോൾ നശിപ്പിച്ചേക്കാം. സെക്കൻഡ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആത്ത കാര്യങ്ങൾക്കോ മീറ്റപ്സിനോ വേണ്ടിയിട്ട് യെസ് പറയരുത്. അവ നമ്മുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയുക. 3, ഫോണിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷൻസിനും ഉടൻ റിയാക്ട് ചെയ്യരുത്. അത് നമ്മുടെ ഫോക്കസ് നശിപ്പിക്കും. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഡോം സ്ക്രോൾ ചെയ്യരുത്. സോ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ആപ്പ് തന്നെ ഉണ്ടാവാറില്ല. ഇത്തരത്തിലുള്ള ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയപ്പോൾ പഠിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനും വേണ്ടിയിട്ട് ഓരോ ആഴ്ചയിലും എനിക്ക് മണിക്കൂറോളം ലഭിച്ചു. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ സ്വന്തം നോട്ട് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എവിടെയാണ് അനാവശ്യമായി സമയം വേസ്റ്റ് ചെയ്യുന്നത് എന്ന് സ്വയം ആലോചിച്ച് നോക്കുക, അത് ഒഴിവാക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ പ്രധാനം നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുന്നു എന്നതായിരിക്കും. ഹാബിറ്റ് 4, റീഡ് എ ചാപ്റ്റർ എ ഡേ. നിങ്ങൾക്ക് പേഴ്സണലി മില്യണേഴ്സിനെ അറിയില്ലെങ്കിൽ പോലും അവർ എഴുതിയ ബുക്സിലൂടെ നിങ്ങൾക്ക് അവരിൽ നിന്ന് കുറേയേറെ പഠിക്കാൻ കഴിയും. റീഡിംഗ് എന്നത് നിങ്ങളുടെ അടുത്തൊരു മെൻറ്റർ ഇരിക്കുന്നത് പോലെയാണ്. ഒരുപക്ഷെ അവരുടെ കയ്യിലുള്ള എല്ലാ സ്ട്രാറ്റജീസും ആ ബുക്സിലൂടെ ഷെയർ ചെയ്യണമെന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ തോട്ട് പ്രോസസ്സിനെ തലകീഴായി മറിക്കാൻ അവരുടെ ബുക്കിലുള്ള ഒരു സിംഗിൾ ലൈനിന് തന്നെ സാധിച്ചേക്കും. ക്വിക്ക് ഹാക്സും 30 സെക്കൻഡ് ഇൻസ്റ്റാഗ്രാം ടിപ്സും നിറഞ്ഞ ഈ ഒരു ലോകത്ത് ബുക്സ് വായിക്കുന്നത് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കും. പക്ഷേ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഡീപ്പായി മനസ്സിലാക്കാൻ ബുക്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കൊരു ടോപ്പിക്ക് സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിംഗ് വരെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് റീഡിങ്ങിന് ടൈം ഇല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹാബിറ്റ് സ്റ്റാക്കിംഗ് ട്രൈ ചെയ്യുക. അതായത് നിങ്ങൾ ഡിഷസ് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ, വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാം ഓഡിയോ ബുക്സ് ലിസൺ ചെയ്യാൻ തുടങ്ങുക. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യാവുന്ന പോഡ്കാസ്റ്റിലെ അവ കേൾക്കുക.
പിന്നെ ഒരു പ്രോ ടിപ്പുണ്ട്. നിങ്ങൾക്ക് റീഡിങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ബുക്ക് നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയില്ല എന്നാണ്, അല്ലെങ്കിൽ ഒരു റൈറ്റ് ഏരിയ നിങ്ങൾ കണ്ടെത്തിയില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. പേഴ്സണൽ ഫിനാൻസ്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫിക്ഷൻ എന്നിവയിൽ നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്ന ബുക്സിൻ്റെ ഒരു ലിസ്റ്റ് കീപ്പ് ചെയ്യുക. ചില ബുക്സിൻ്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ എനിക്കിത് വായിക്കണമെന്നൊരു തോന്നും. അത്തരത്തിലുള്ള ബുക്കുകൾ നിങ്ങളുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നാച്ചുറലി അത്തരം ബുക്സ് വായിക്കാനായിട്ട് ടൈം കണ്ടെത്തും. ഹാബിറ്റ് 5, പുഷ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ ഒരു ജയിലാണ്. ഈ ജയിലിൽ നമ്മൾ നിൽക്കുന്ന നേരം നമ്മൾ സേഫായിട്ട് തോന്നിയേക്കാം, പക്ഷേ ആ മെൻ്റൽ ബാരിയർ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ എത്തുന്നതിനെ തടയും. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു നല്ലൊരു ഐഡിയ കണ്ടെത്താൻ, അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ അതിനൊക്കെ 1-2 ആഴ്ചകൾ എടുത്തിരുന്നു. റൈറ്റിംഗ്, ലൈറ്റിംഗ്, റെക്കോർഡിംഗ്, എഡിറ്റിംഗ്, തമിഴ് ക്രിയേഷൻ എന്നിവയിലെല്ലാം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ഒരു എക്സ്ട്രീം ഇൻട്രോവേർട്ട് കൂടിയായിട്ടുള്ള ഞാൻ ഇതൊക്കെ വേണോ അതോ സമാധാനപരമായിട്ട് എൻ്റെ ജോലി തന്നെ നോക്കി ജീവിച്ചാൽ പോരെ എന്ന് പലതവണ ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നാലേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നിങ്ങളെപ്പോലുള്ള ഗ്രോത്തിലും പേഴ്സണൽ ഡെവലപ്മെൻറ്റ്സിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാനാവൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓരോ വർഷം ഞാൻ വലിയതും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗോളിനായി ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയോ, പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുകയോ, ഒരു പുതിയ സ്കിൽ ലേൺ ചെയ്യുകയോ, ഒരു ലീഡർഷിപ്പ് റോൾ ഏറ്റെടുക്കുകയോ എന്തും ആവാം. അത്തരത്തിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വഴി ഓരോ തവണയും ആ മെൻ്റൽ ബാരിയറിൽ നിന്ന് പുറത്തു വരാൻ എന്നെ തന്നെ ഞാൻ ചലഞ്ച് ചെയ്യാറുണ്ട്. ഹാബിറ്റ് 6, ലേൺ ടു സേ നോ. നോ പറയാൻ പഠിക്കുക. ഞാനൊരു ഇൻട്രോവേർട്ട് മാത്രമല്ല, ഒരു പീപ്പിൾ പ്ലീസർ കൂടിയായിരുന്നു. മറ്റുള്ളവർക്ക് വിഷമം വന്നാലോ എന്ന് ആലോചിച്ചിട്ട് പലപ്പോഴും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഞാൻ യെസ് പറയായിരുന്നു. പക്ഷേ ഫിനാൻസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയപ്പോഴാണ് ഞാൻ നോ പറയാൻ തുടങ്ങിയത്. ഡെയിലി ഒരുപാട് പേഴ്സണൽ ലോൺ കോൾസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഫോൺ കോൾസ്, പേഴ്സണലി അറിയാവുന്നവർ പോലും വിളിച്ച് വലിയ ഓഫേഴ്സ് ഉണ്ട്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ സിംപ്ലി ഞാൻ അതിലേക്ക് എനിക്ക് താല്പര്യമില്ല, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഞാനാണ് മാനേജ് ചെയ്യുന്നത്, ഞാൻ ഡയറക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സോ എനിക്ക് ഇത്തരത്തിലുള്ളൊരു സംഭവം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കാറുണ്ട്. അവരോടാണ് ഞാൻ ആദ്യമായിട്ട് നോ പറഞ്ഞ് തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിനെല്ലാത്തിനോട് ഞാനിപ്പോൾ നോ പറയാറുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും നമ്മളെപ്പോലെ തന്നെയാണ്, അവർക്കും ടൈമും എനർജിയും എല്ലാം. അത് 2 ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. നിങ്ങൾ പറയുന്ന ഓരോ യെസിനും ഒരു ട്രേഡ് ഓഫ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മറുവശമുണ്ട്. ഒരു ട്രിപ്പിന് നമ്മൾ യെസ് പറയുന്നത് നമ്മുടെ ഡ്രീം ഹോമിനായി നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോ പറയുന്നതിന് ഈക്വൽ ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ബിഞ്ച് വാച്ച് ചെയ്യാൻ യെസ് പറയുന്നത് നിങ്ങളുടെ സൈഡ് ഹസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്മെൻറ്റിനായി വർക്ക് ചെയ്യാനുള്ള ടൈമിനോട് നോ പറയുന്നതിന് ഈക്വൽ ആയിരിക്കും. സോ ഇനി തൊട്ട് യെസ് പറയാൻ തോന്നും മുന്നേ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഹാബിറ്റ് 7, യൂസ് ദ 80-20 റൂൾ. പരേറ്റോ പ്രിൻസിപ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ 80% സ്ട്രെസ്സും വരുന്നത് ജസ്റ്റ് 20% പ്രോബ്ലംസിൽ നിന്ന് മാത്രമാണ്. 80% വെൽത്തും കൈവശം വെച്ചിരിക്കുന്ന വെറും 20% ആൾക്കാർ മാത്രമാണ്. ഒരു എക്സാമ്പിളിന്, ഞാൻ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചാനലിൽ 10 ലോങ് ഫോം വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആൾമോസ്റ്റ് 1.2 ലക്ഷം ടോട്ടൽ വ്യൂസും ആയിട്ടുണ്ട്. അതിൽ 80% വ്യൂസും വന്നിരിക്കുന്നത് ജസ്റ്റ് ഈ 2 വീഡിയോസിൽ നിന്ന് മാത്രമാണ്. ഇതാണ് പരേറ്റോ പ്രിൻസിപ്പിളും പറയുന്നത്. മിക്കവരും അവരുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് മൈനർ ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മെസ്സേജസിനും റെസ്പോണ്ട് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏറ്റവും പ്രൊഡക്റ്റീവായ ആൾക്കാരോ അവർ അവരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരണം എന്ന് കരുതുന്ന വെറും 20% കാര്യങ്ങളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ടൈം തൊട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തു. വർക്കിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യത്തിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളിൽ അവയ്ക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. മറ്റുള്ളവയെല്ലാം ഒന്നുകിൽ ഔട്ട്സോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഹൈ ഇമ്പാക്റ്റ് തരുന്ന അസറ്റ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലാതെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സിലും പോയി തലവയ്ക്കരുത്. ഹാബിറ്റ് 8, ഫോളോ ദ 2 minutes റൂൾ. 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ജോലികളില്ലേ, ഒരുപക്ഷെ ഒരു കാരണമില്ലാതെ നമ്മളത് മാറ്റി വയ്ക്കാറുണ്ടായിരിക്കും. ഒരു ഇമെയിൽ നോക്കി റിപ്ലൈ കൊടുക്കുക, ഒരു മെസ്സേജിന് മറുപടി കൊടുക്കുക, ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. ഈ ചെറിയ ജോലികൾ കൂമ്പാരം പോലെ കൂടി നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിച്ചേക്കും. അവിടെയാണ് 2 minute റൂൾ വരുന്നത്. 2 മിനിറ്റിൽ താഴെ സമയമെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യുക. അല്ലാതെ ചെയ്യാതെ മാറ്റിവെക്കുന്ന ജോലികൾ കുമിഞ്ഞു കൂടുന്നത് നമ്മുടെ മെൻ്റൽ എനർജിയെ ഡ്രെയിൻ ചെയ്യും. എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 മിനിറ്റിന് താഴെ സമയമെടുക്കുന്ന എന്നാൽ കുറച്ച് നാളായി നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു ജോലി കണ്ടെത്തുക. നിങ്ങളുടെ ടേബിൾ അല്ലെങ്കിൽ ബെഡ് ഓർഗനൈസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെയിലിന് റിപ്ലൈ കൊടുക്കുക, അങ്ങനെ എന്തോ ആവട്ടെ അത് ചെയ്യുക. അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ എങ്ങനെ മാറ്റുന്നു എന്ന് നോക്കുക. ഹാബിറ്റ് 9, യൂസ് ദ 5 second റൂൾ. നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ചിലപ്പോൾ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡൂം സ്ക്രോൾ ചെയ്തിരുന്നിട്ടുണ്ടോ? നിങ്ങൾ ഇരുന്നിട്ടില്ലായിരിക്കാം, പക്ഷേ ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 5 second റൂൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. മേൽ റോബിൻസ് എന്ന ഒരാളുടെ ഒരു ഐഡിയയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെ പിന്നോട്ടടിക്കുന്ന ഒരു ശീലമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്തിട്ട് നമ്മൾ തോറ്റുപോയാലോ എന്ന് കരുതി മാറ്റിവെക്കുന്ന കാര്യം. അത് മേ ബി നമ്മളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിലാവാം, നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യുന്നതാവാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നിയാൽ എണ്ണുക 5, 4, 3, 2, 1 and go. കൂടുതൽ ആലോചിക്കാൻ സമയമില്ല. ആലോചിച്ചാൽ നിങ്ങൾ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ ചാൻസ് കുറയും.
സോ മൂവ് ഓൺ. കുറേ നാളായി ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ 5 4 3 2 1 ഗ്രോ അല്ലെങ്കിൽ സെറോദ ഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ നേരത്തെ എണീക്കാൻ നിങ്ങൾക്ക് പ്ലാനുണ്ടോ? നിങ്ങളുടെ അലാം അടിക്കുന്ന സമയം 5 4 3 2 1 എഴുന്നേക്കും. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ ബ്ലോക്കാക്കി നിർത്തുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് ചെയ്യാനായി ഇപ്പോൾ തന്നെ പോകും. നിങ്ങളുടെ ടോട്ടൽ അസറ്റ്സ് ഒരു 40 ലക്ഷത്തിന് മുകളിൽ ഉണ്ട്. ആ അസറ്റ്സ് എങ്ങനെ മാനേജ് ചെയ്താൽ നിങ്ങളുടെ പല തലമുറകൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാവും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഇതിൽ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്നൊരു ദിവസം ഒരു ബൾക്ക് എമൗണ്ട് വന്നാലോ നിങ്ങളുടെ അസറ്റ്സ് യൂസ് ചെയ്തിട്ട് മൾട്ടി ജനറേഷൻ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായി എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്നെല്ലാം ക്ലിയറായി പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. സീ യു ദേർ.